മനുവിൻ്റെയും കൂട്ടുകാരുടെയും അതിക്രമത്തിന് ശേഷം വരുൺ ഇഷാനിയെയും കൂട്ടി നേരെ പോയത് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്കായിരുന്നു. ഇഷാനിക്ക് ഇനി ഒരു തരത്തിലുള്ള ഭീഷണിയും ഉണ്ടാകരുതെന്ന് വരുണിന് നിർബന്ധമുണ്ടായിരുന്നു. കമ്മീഷണറുടെ മുന്നിൽ ഇഷാനി തൻ്റെ ഭൂതകാലത്ത് നടന്ന കാര്യങ്ങളും ഗ്രാമത്തിൽ വെച്ച് മനു തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും ഇപ്പോൾ നഗരത്തിൽ വന്ന് വഴി തടഞ്ഞു ഭീഷണിപ്പെടുത്തിയതുമെല്ലാം കണ്ണീരോടെ വിവരിച്ചു. വരുണിന്റെ സ്വാധീനവും ഇഷാനിയുടെ കൃത്യമായ മൊഴിയും ഉള്ളതുകൊണ്ട് പോലീസ് വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുത്തു. അന്ന് രാത്രി തന്നെ സിറ്റി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഗ്രാമത്തിലെ ലോക്കൽ പോലീസ് വിശ്വനാഥന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. ഒളിവിൽ പോകാൻ ശ്രമിച്ച മനുവിനെ കഞ്ചാവ് കേസിലും പെൺകുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തി അപമാനിക്കാൻ ശ്രമിച്ച കുറ്റത്തിനും IPC 354 വകുപ്പ് പ്രകാരം പോലീസ് അഴിക്കുള്ളിലാക്കി. മകനെ രക്ഷിക്കാൻ നോക്കിയ വിശ്വനാഥനെ ഭീഷണിപ്പെടുത്തൽ, ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തി കസ്റ്റഡിയിലെടുത്തു. തങ്ങളെ ആരും ചോദിക്കാനില്ലെന്ന് കരുതി അഹങ്കരിച്ചിരുന്ന വിശ്വനാഥനും മനുവിനും നിയമത്തിൻ്റെ ശക്തമായ പ്രഹരമേറ്റപ്പോൾ മാത്രമാണ് തങ്ങൾ ചെയ്ത തെറ്റുകളുടെ വലുപ്പം മനസ്സിലായത്. സ്റ്റേഷൻ ജാമ്യം പോലും കിട്ടാത്ത വകുപ്പുകളായതിനാൽ അവർക്ക് അഴികൾക്കുള്ളിൽ കിടക്കേണ്ടി വന്നു. ഈ വിവരം പറഞ്ഞ് ഇഷാനി ഒരു ദീർഘശ്വാസം വിട്ടു. ഒടുവിൽ തനിക്കും തന്റെ മുത്തശ്ശിക്കും നീതി ലഭിച്ചിരിക്കുന്നു. ഇനി ആരും തന്നെ ഭയപ്പെടുത്താൻ വരില്ലെന്ന ആശ്വാസത്തിൽ അവൾ ദൈവത്തോട് നന്ദി പറഞ്ഞു. ഈ പോരാട്ടത്തിലെല്ലാം ഒപ്പം നിന്ന് കാവലായ വരുണിനോട് അവൾക്ക് അളവറ്റ കൃതജ്ഞത തോന്നി. മാസങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയി. വിശ്വനാഥന്റെ കുടുംബം കോടതി കയറിയിറങ്ങി പൂർണ്ണമായും തകർന്നു. ഇഷാൻ തന്റെ കഠിനാധ്വാനം കൊണ്ട് കമ്പനിയിലെ ഏറ്റവും മികച്ച ജീവനക്കാരിയായി മാറി. വരുൺ എപ്പോഴും അവൾക്കൊരു തണലായി കൂടെ ഉണ്ടായിരുന്നു. ഒടുവിൽ ഒരു ദിവസം വരുൺ തന്റെ മനസ്സിലെ പ്രണയം ഇഷാനിയോട് തുറന്നു പറഞ്ഞു. ഇഷാനി, നിന്റെ ഈ ഭൂതകാലമല്ല എനിക്ക് പ്രധാനം. നിന്റെ ഈ കരുത്താണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ജീവിതകാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കാൻ, നിന്റെ ഒപ്പം നടക്കാൻ എനിക്ക് അനുവാദം തരാമോ? വരുണിന്റെ ആ ചോദ്യത്തിന് മുന്നിൽ ഇഷാനിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൾ സമ്മതം മൂളി. വരുണിന്റെ മാതാപിതാക്കൾ ഇഷാനിയുടെ കഥയറിഞ്ഞ് അവളെ തങ്ങളുടെ മരുമകളായി സ്വീകരിക്കാൻ പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചു. അവരുടെ വിവാഹം വളരെ ലളിതമായി നടന്നു. വിവാഹത്തിന് ശേഷം ഇഷാനി വരുണിനോടൊപ്പം ആദ്യം പോയത് തൻ്റെ ഗ്രാമത്തിലെ ആ പഴയ തറവാട് വീട്ടിലേക്കായിരുന്നു. അവൾ ആ വീട് മുഴുവൻ പെയിന്റ് അടിച്ച് മനോഹരമാക്കി മാറ്റിയിരുന്നു. പൂമുഖത്ത് തെളിയിച്ചു വെച്ച വിളക്കിന് മുന്നിൽ ഇഷാനിയും വരുണും കൈകൂപ്പി നിന്നു. അച്ഛൻ്റെയും അമ്മയുടെയും കുഞ്ഞനുജത്തിയുടെയും ചിത്രങ്ങൾക്ക് മുന്നിൽ അവൾ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. കാറ്റിലുളയുന്ന ആ വിളക്കിന്റെ പ്രകാശത്തിൽ മുത്തശ്ശിയുടെ അനുഗ്രഹം തങ്ങൾക്ക് ചുറ്റും പെയ്യുന്നതായി ഇഷാനിക്ക് തോന്നി. ഒരമാവാസി രാത്രിയിൽ വിട്ടുകത്തിയുമായി മനുവിന് നേരെ തിരിഞ്ഞ ആ നിമിഷമാണ് തൻ്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് ഇഷാനി ഓർത്തു. പേടിച്ചു പിന്മാറാതെ പ്രതികരിക്കാൻ കാണിച്ച ആ ഒരൊറ്റ ധൈര്യമാണ് ഇന്നവളെ ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ ഭാര്യയും നഗരത്തിലെ വലിയൊരു ഉദ്യോഗസ്ഥയുമാക്കി മാറ്റിയത്. ഇരുളടഞ്ഞ വഴികളിലെല്ലാം പ്രകാശമായി മാറിയത് സ്വന്തം ആത്മവിശ്വാസമാണെന്ന് മനസ്സിലാക്കി വരുണിന്റെ കൈകൾ ചേർത്ത് പിടിച്ച് ഇഷാനി പുതിയൊരു ജീവിതത്തിലേക്ക് പുഞ്ചിരിയോടെ ചുവടുകൾ വെച്ചു. വിവാഹ തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് മിഡ്നൈറ്റിൽ വരുണിന്റെ വലിയ തറവാട്ട് വീട്ടിലെ ആ മനോഹരമായി അലങ്കരിച്ച മുറിയിൽ ഇഷാനി തന്നിച്ചിരിക്കുകയായിരുന്നു. കട്ടിലിൽ വിരിച്ചിരുന്ന പനിനീർ പൂക്കളുടെ സുഗന്ധവും മല്ലിപ്പൂക്കളുടെ മണവും ആ മുറിയിലാകെ പടർന്നു നിന്നു. ജനലിലൂടെ അടിച്ചു കയറിയ തണുത്ത നിലാവ് അവളെ പൊതിയുന്നുണ്ടായിരുന്നു. ഒരു ചുവന്ന പട്ടുസാരി ഉടുത്ത് തല താഴ്ത്തി നെഞ്ചിരിപ്പോടെ ഇഷാനിയിരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ കഴിഞ്ഞ കാലത്തെ കഷ്ടപ്പാടുകളും ഇപ്പോൾ തനിക്ക് കിട്ടിയ ഈ വലിയ ഭാഗ്യവും മാറി മാറി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടി നോക്കി. വരുണായിരുന്നു അത്. വിവാഹവേഷമായ മുണ്ടും കുപ്പായവും മാറ്റി അവനൊരു ലളിതമായ വസ്ത്രത്തിലേക്ക് മാറിയിരുന്നു. വാതിൽ ഉള്ളിൽ നിന്നും പൂട്ടി അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. കട്ടിലിൻ്റെ അരികിലിരുന്ന് ഇഷാനിയുടെ വിറയൽ അവൻ തിരിച്ചറിഞ്ഞു. അവൻ കട്ടിലിൽ അവളെ തൊട്ടരികിലായി വന്നിരുന്നു. വരുണിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ആൺമണം ഇഷാനിയുടെ ഉള്ളിൽ ഒരു പുതിയ ലഹരി പടർത്തി. അവൻ പതുക്കെ അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. ആ കണ്ണുകളിൽ പ്രണയവും
നേർത്തൊരു ഭയവും കലർന്നിട്ടുണ്ടായിരുന്നു. എന്താടോ, പേടിയുണ്ടോ? വരുൺ വളരെ സൗമ്യമായി കാതിൽ ഒരു മർമരം പോലെ ചോദിച്ചു. ഏയ്, പേടിയല്ല. ഒരൊറ്റ ദിവസം കൊണ്ട് എൻ്റെ ജീവിതം മാറിയതിൻ്റെ. ഇഷാനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് വരുൺ തൻ്റെ വിരലുകൾ അവളുടെ ചുണ്ടിൽ വെച്ചു. ഇനി പഴയതൊന്നും ഓർക്കരുത് ഇഷാനി. നീ ഒരുപാട് അനുഭവിച്ചു. ഇനി ഈ വരുണിൻ്റെ നെഞ്ചിലാണ് നിന്റെ സ്ഥാനം. അത്രയും പറഞ്ഞുകൊണ്ട് വരുൺ അവളുടെ തലയിലെ മുല്ലപ്പൂയിലേക്ക് വിരലുകൾ ഓടിച്ചു. പതുക്കെ അവളുടെ നെറ്റിയിൽ തൻ്റെ അധരങ്ങൾ അമർത്തി. ആ ആദ്യ സ്പർശനത്തിൽ ഇഷാനി അറിയാതെ കണ്ണുകൾ അടച്ചു. അവളുടെ കൈകൾ കട്ടിലെ വിരിപ്പിൽ മുറുകെ പിടിച്ചു. വരുണിന്റെ ചൂടുള്ള ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ അവളിൽ ഒരു കുളിര് കോരിയിട്ടു. അവൻ പതുക്കെ അവളുടെ സാരിത്തുമ്പ് മാറ്റി. അവളുടെ തോളിൽ തൻ്റെ വിരലുകൾ കൊണ്ട് പ്രണയത്തിൻ്റെ പുതിയൊരു കവിത എഴുതാൻ തുടങ്ങി. ആ രാത്രി അവളുടെ പ്രണയത്തിൻ്റെ ആഴം കൂട്ടിക്കൊണ്ട് മുന്നോട്ട് നീങ്ങി. അടുത്ത പ്രഭാതത്തിലേക്ക് കണ്ണു തുറക്കുമ്പോൾ ഇഷാനി വരുണിൻ്റെ ശക്തമായ കൈകൾക്കുള്ളിലായിരുന്നു. അവന് നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ അവൾക്ക് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടമായി അത് തോന്നി. അവളുടെ മുഖത്തേക്ക് വീണ മുടിയിഴകൾ വരുൺ പതുക്കെ മാറ്റിവെച്ചു. അവൻ നേരത്തെ ഉണർന്നിരുന്നു. അവളുടെ ഉറങ്ങുന്ന മുഖം നോക്കി കിടക്കുകയായിരുന്നു അവൻ. ഗുഡ് മോർണിംഗ് എൻ്റെ പാതി. വരുൺ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ നുള്ളി. ഇഷാനി നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. സാറേ, നേരം വെളുത്തു. താഴെ എല്ലാവരും ഉണ്ടാവും. എന്നെ വിട്ടെ. അവൾ കുതിരാൻ ശ്രമിച്ചെങ്കിലും വരുൺ അവളെ കൂടുതൽ മുറുകെ പിടിച്ചു. ഇപ്പോൾ ഞാൻ നിന്റെ ബോസ് അല്ല, ഭർത്താവാണ്. അതുകൊണ്ട് സാറെന്ന് വിളിക്കുന്നത് നിർത്തണം. കേട്ടല്ലോ ഇഷു? അവൾ അവളെ കാതിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു. ആ വിളി ഇഷാനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അവർ ഒരുമിച്ച് പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെച്ചു. ഓഫീസിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വരുണിന്റെ ശ്രദ്ധ മുഴുവൻ ഇഷാനിയിലായിരുന്നു. കാറിൽ പോകുമ്പോൾ അവളുടെ കൈകൾ തൻ്റെ കയ്യിൽ കോർത്ത് പിടിക്കാൻ അവൻ മറന്നില്ല. ഓഫീസിലെ ജീവനക്കാർക്കെല്ലാം അവിടെ ഈ സ്നേഹം കണ്ട് അസൂയ തോന്നി. വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ ബിസിനസ് വലിയ രീതിയിൽ വികസിക്കാൻ തുടങ്ങി. മീറ്റിങ്ങുകളും യാത്രകളും കൂടിയപ്പോൾ വരുണിന് ജോലിഭാരം കൂടി. ഇഷാൻ തൻ്റെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ജോലിയിൽ തിരക്കിലായതിനാൽ വരുണിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കാൻ അവൾക്ക് സമയം കിട്ടിയില്ല. ഒരു ദിവസം വൈകുന്നേരം വരുൺ ഇഷാനിയോട് പറഞ്ഞു, ഇഷു, എനിക്ക് ഷെഡ്യൂളുകൾ മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ വെക്കണമെന്ന് വിചാരിക്കുന്നു. ഇൻ്റർവ്യൂ നാളെയാണ്. അതിനെന്താ വരുൺ, നല്ലൊരു കുട്ടിയെ നോക്കി എടുത്തോളൂ, ഇഷാനി പൂർണ്ണ മനസ്സോടെ പറഞ്ഞു. തൻ്റെ ഭർത്താവിൻ്റെ തണലിൽ മറ്റൊരു കൊടുങ്കാറ്റ് വരാൻ പോകുന്നു എന്ന് അവൾ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുണിൻ്റെ പുതിയ PA ആയി നിയ ശർമ്മ എന്ന മോഡേണായ സുന്ദരിയായ ഒരു പെൺകുട്ടി ചാർജ് എടുത്തു. അവൾ കമ്പനിയിലേക്ക് കടന്നു വരുമ്പോൾ ഇഷാനിയുടെ മനസ്സിൽ എവിടെയോ ഒരു ചെറിയ അസ്വസ്ഥത തോന്നി തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോറിയുടെ 6ാമത്തെയും 7ാമത്തെയും പാർട്ടാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതുപോലുള്ള സ്റ്റോറീസ് ഇനിയും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്